ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസമായി ആക്ച്വലി ഞങ്ങൾ പിസ്സ കഴിക്കാൻ പോകണം എന്നിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അറ്റ് ലാസ്റ്റ് ഇന്നാണ് ടക്കോ അങ്ങനെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് ഒരു 7 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ ഒരു ഇത്തിരി അടുത്തായിട്ടൊരു പിസ്സ ഹട്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോണത്. അങ്ങനെ ഓർഡർ എല്ലാം കൊടുത്തതിന് ഞാൻ അതേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ബീഫ് പിസയും പിന്നെ ഒരു ചിക്കൻ പിസയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൊതുവേ പിസയിലെ ചിക്കനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അക്കു പറഞ്ഞ ബീഫ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ഈ പിസ്സ ഹട്ടിൽ ഈ ഒരു സ്ഥലത്ത് ഫസ്റ്റ് ടൈമാണ് വന്നത്. അപ്പോൾ കുറേ നേരമായി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹാഫ് ആൻ അവർ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം റെഡി ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു നീണ്ട ഹാഫ് ആൻ അവറിന് ശേഷം പിസ്സ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. കൊണ്ടുവരുമ്പോൾ തന്നെ അറിയാമല്ലോ, ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് അപ്പോൾ ബീഫാണ് കേട്ടോ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇത് നോക്കിക്കപ്പോൾ ഭയങ്കര ചീസി ആയിട്ടുള്ള പിസ്സയായിരുന്നു. പൊതുവെ പിസ്സയൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമില്ലാത്തവർ വളരെ റെയറാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അത് ട്രൈ ചെയ്തു. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര യമ്മി, നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ബീഫും ചിക്കനും എൻറ്റയർലി ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ബീഫായിരുന്നു എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായത്. ചിക്കനിലാണെങ്കിൽ നമ്മുടെ മസ്റ്റേർഡ് സോസും ചില്ലി സോസൊക്കെ കൂടിയിട്ട് ഭയങ്കര സ്പൈസി ആയിരുന്നു. നമുക്ക് ഒരു സ്ലൈസ് കഴിക്കുമ്പോൾ തന്നെ അത്ര എരിയാണായിരുന്നു, അത്ര സ്പൈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അക്ക് രണ്ടും ഒരേപോലത്തെ ടേസ്റ്റ് വേണ്ട, ഡിഫറെൻറ്റ് ടേസ്റ്റ് എന്നുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്തതായിരുന്നു കുറച്ച് സോസൊക്കെ. പക്ഷെ അത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇത് രണ്ടുമേ അറിയാൻ തോന്നുന്നല്ലേ. നല്ല സ്പൈസി. അങ്ങനെ ഫുഡിങ് എല്ലാം കഴിഞ്ഞിറങ്ങി ഞങ്ങൾ ഇനി നേരെ പോണത് ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് അടുത്ത് തന്നെയുള്ള മാക്സിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാനിവിടെ മെയിനായിട്ട് നോക്കിയത് കോട്ട് സെറ്റ് ആയിരുന്നു. എനിക്ക് കോട്ട് സെറ്റ് ഇതുവരെ ഇല്ല. അപ്പോൾ ഒരെണ്ണം നല്ലതൊരെണ്ണം മേടിക്കണമെന്നൊക്കെ ഇങ്ങനെ കഴിഞ്ഞ വർഷം 2 വട്ടം വന്നപ്പോൾ നോക്കി പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ അത് ഈ ഗ്രീനും പിന്നെ ഒരു പിങ്ക് കളറായിരുന്നു കോട്ട് സെറ്റ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് പെയർ ചെയ്യാം, വേറെ മീൻസ് 2 എണ്ണം സെപ്പറേറ്റ് എടുത്തിട്ട് കോട്ട് സെറ്റ് ആയിട്ട് അങ്ങനെ പോലെയും പെയർ ചെയ്യാവുന്നതായിരുന്നു. അപ്പോൾ അക്കുക്ക് ഈ കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു, മെറ്റീരിയൽ വൈസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു.
പിന്നെ അടുത്തത് ഞാൻ ഹീൽസിന്റെ സെക്ഷനിലാണ് പോയത്. എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായി. ചെറിയ ചെറിയ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ പോയില്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അക്കൂക്ക് ഇഷ്ടപ്പെട്ടത് വേറൊരു പ്ലെയിൻ ആയിട്ടുള്ള കളറായിരുന്നു. എനിക്കിത് ഇട്ടിട്ടും ഇഷ്ടമായിട്ടുണ്ടായി. എനിക്കിപ്പോഴപ്പോൾ ഹീൽസ് ഒന്നുമില്ല. അക്കൂക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഹീൽ ഇട്ടാലും വലിയ പ്രശ്നമുള്ള ഒന്നാമത്. എനിക്കും പൊതുവെ ഹൈറ്റാണ്, പക്ഷെ അക്കൂടെ കൂടെ നിൽക്കുമ്പോൾ ഹീൽസ് ഇട്ടാലും കുഴപ്പമില്ല. അക്കൂക്ക് ഈ പ്ലെയിൻ ആയിട്ട് വന്നതാർന്നിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പക്ഷേ മറ്റേതായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അക്കൂത് ഇതാണെന്ന് അക്കൂക്ക് ഇഷ്ടമായത്. പിന്നെ അങ്ങനെ ഞാൻ ഒന്ന് നോക്കി, വേറെ ഒന്നും കൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. അക്കൂക്ക് ബ്ലാക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എനിക്കും ഇഷ്ടപ്പെട്ടു. ഇട്ടിട്ടും കൊള്ളാം. ആ ഒരു ക്രീം കളറില്ല, അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിരുന്നു ബ്ലാക്ക്. സോ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതൊക്കെയായിരുന്നു ഇറങ്ങിയുടെ ഇന്നത്തെ ഒരു ചെറിയ ഈവനിങ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ പുതിയ വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.